ഹായ് ഫ്രണ്ട്സ്. ചെറുപ്പത്തിൽ കറങ്ങുന്ന പമ്പരങ്ങൾ കൊണ്ട് കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഈ പമ്പരങ്ങളെ കാണുമ്പോൾ തന്നെ നൊസ്റ്റാൾജിയ തോന്നുന്നില്ലേ? ഈ പമ്പരങ്ങൾ വാങ്ങിച്ച് അതുകൊണ്ട് കളിക്കുമ്പോഴും അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ലല്ലോ. നിങ്ങളുടെ എല്ലാ വീടുകളിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെല്ലാം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് അറിയണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആകാംക്ഷ തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഫാക്ടറി ടിവിയുടെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഫാക്ടറിയിൽ വെച്ച് പമ്പരങ്ങൾ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതുപോലെ പാത്രങ്ങളുടെയൊക്കെ മറ്റു നിർമ്മാണ പ്രക്രിയയും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്പർ 7, ഓടക്കുഴൽ. ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടല്ലേ? ഒരു നല്ല ഓടക്കുഴൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഓടക്കുഴൽ നാദം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് ഒരു നല്ല ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടാലോ? ഓടക്കുഴൽ ഉണ്ടാക്കുന്നതിന് വേണ്ട അസംസ്കൃത വസ്തു മുളയാണ്. ആദ്യം തന്നെ മുളത്തടികളെ ഉരുക്കിയെടുക്കുന്നു. അതിനുശേഷം ആ മുളയിലെ വളവുകളെല്ലാം ഇല്ലാതാക്കി അതിനെ നേരെയാക്കി എടുക്കും. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് അതിനെ തണുപ്പിക്കുന്നു. ഇതാണ് ഓടക്കുഴൽ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. പിന്നീട് ആ മുളയുടെ രണ്ടറ്റത്തും ഒരേ അളവിൽ ദ്വാരമുണ്ടാക്കും. ഏകദേശം 16.8 മില്ലിമീറ്റർ അളവിലാണ് രണ്ടറ്റത്തും ദ്വാരമിടുക. ഇതാണ് ഓടക്കുഴൽ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിലാണ് ഓടക്കുഴൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിച്ചേരുക. മുളയുടെ മുകളിൽ കൃത്യമായ അകലത്തിൽ ഒരേ രീതിയിൽ ദ്വാരമിടുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ഇത് ഏറെ പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ്. ശരിയായ രീതിയിൽ ദ്വാരമിട്ടാൽ മാത്രമേ നല്ല രീതിയിൽ ഓടക്കുഴൽ നാദം ഉണ്ടാവുകയുള്ളൂ. ആ ഘട്ടം കഴിഞ്ഞ് ഓടക്കുഴലിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കും. അതുകൂടാതെ ഓടക്കുഴലിന്റെ രണ്ടറ്റത്തും റിംഗ് ഫിറ്റ് ചെയ്യും. പിന്നീട് ആ ഓടക്കുഴൽ വായിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതോടെ ഓടക്കുഴൽ നിർമ്മാണം പൂർത്തിയാകുന്നു. നമ്പർ 6, മരം കൊണ്ടുള്ള ചീപ്പ്. പ്ലാസ്റ്റിക് ചീപ്പുകൾ ഉപയോഗിച്ച് മടുത്തെങ്കിൽ ഇനി മുതൽ മരം കൊണ്ടുള്ള ചീപ്പ് ഉപയോഗിച്ചോളൂ. മുടി വളർച്ചയ്ക്ക് മരം കൊണ്ടുള്ള ചീപ്പ് ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. അത്തരം ചീപ്പുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ മരം മുറിച്ച് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ശേഷം അവയെ ചീപ്പിന് വേണ്ട വലിപ്പത്തിലേക്ക് മുറിച്ചെടുക്കുന്നു. പിന്നീട് മെഷീനിൽ വെച്ച് ചീപ്പിന്റെ പല്ലുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിനുശേഷം അവയെ മിനുസമാക്കി എടുക്കും. ഇങ്ങനെയാണ് മരം കൊണ്ടുള്ള ചീപ്പുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇനി നമ്പർ 5, ഐസ്ക്രീം സ്പൂൺ. ഐസ്ക്രീം സ്പൂൺ നിർമ്മിക്കുന്നതിന് വേണ്ട അസംസ്കൃത വസ്തു മരം തന്നെയാണ്. എങ്ങനെയാണ് ഒരു വലിയ മരത്തെ ഒരു ചെറിയ ഐസ്ക്രീം സ്പൂണിന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ തോന്നുന്നുണ്ടല്ലേ? ആദ്യം സ്പൂൺ നിർമ്മിക്കുന്നതിന് വേണ്ട മരം ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ആ മരത്തെ വുഡ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചെടുക്കും. അതിനുശേഷം മുറിച്ചെടുത്ത മരത്തടിയുടെ ചുറ്റിലുമുള്ള പുറന്തോടെല്ലാം അടർത്തിയെടുക്കുന്നു. പിന്നീട് അതിനെ പീലിംഗ് മെഷീനിലേക്ക് വയ്ക്കും. പീലിംഗ് മെഷീൻ ആ മരത്തടിയെ നേരിയ ഷീറ്റുകൾ പോലെ ആക്കിയെടുക്കുന്നു. ആ നേരിയ ഷീറ്റുകളെയാണ് പിന്നീട് സ്പൂണിന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത്. മരത്തിന്റെ ആ നേരിയ ഷീറ്റുകളെ സ്പൂൺ മേക്കിംഗ് മെഷീനിലേക്ക് വയ്ക്കുമ്പോൾ ആ ഷീറ്റുകൾ ഓരോന്നും സ്പൂണിന്റെ ആകൃതിയിലായി വരുന്നു. പിന്നീട് അവയെല്ലാം വൃത്തിയാക്കി പാക്ക് ചെയ്ത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു. നമ്പർ 4, പാള കൊണ്ടുള്ള പാത്രങ്ങൾ. പലതരത്തിലുള്ള പാത്രങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണല്ലോ. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ എന്നിങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇന്നും പാള കൊണ്ട് നിർമ്മിക്കുന്ന പാത്രങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഏറെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള പാത്രങ്ങളാണ് പാളപാത്രങ്ങൾ. പാള നിങ്ങളിൽ മിക്കവരുടെയും വീടുകളിൽ ഉണ്ടാകുമല്ലോ. എന്നാൽ പാളപാത്രങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാളകൾ ശേഖരിക്കുക എന്നതാണ് പാളപാത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. പാളകൾ ശേഖരിച്ച ശേഷം പാളകളെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നു. 24 മണിക്കൂറോളം പാളകളെ വെള്ളത്തിലിട്ട് വെക്കുന്നു. പാളകളെ മൃദുവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അവയെ മെഷീനിൽ വെച്ച് പാത്രങ്ങളുടെ രൂപത്തിലാക്കി മാറ്റുന്നു. അതോടെ പാളപാത്രങ്ങൾ റെഡി. ഇനി നമ്പർ 3, മരം കൊണ്ടുള്ള ബോള്. മരം കൊണ്ടുള്ള ബോള് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ടോ? കാണാൻ ഏറെ ഭംഗിയുള്ളവയാണ് അത്തരം ബോളുകൾ. ഏറെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് നിങ്ങൾ കടകളിൽ കാണുന്ന രീതിയിലുള്ള മരം കൊണ്ടുള്ള ബോളുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ ബോൾ നിർമ്മിക്കുന്നതിനുള്ള ആദ്യഘട്ടം മരം മുറിക്കലാണ്. ഒരു വലിയ മരം മുറിച്ച ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അവയെ പിന്നീട് ഫാക്ടറിയിലേക്ക് എത്തിക്കും. അതിനുശേഷം ഒരു കട്ടർ മെഷീൻ കൊണ്ട് ആ മരക്കഷ്ണങ്ങളുടെ പുറന്തോട് അടത്തി മാറ്റുന്നു. അതിനുശേഷം ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ മരക്കഷ്ണങ്ങളെ ബോളിന്റെ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. മരക്കഷ്ണങ്ങളെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ബൗളിൻ്റെ ആകൃതിയിലേക്ക് കൃത്യമായി മാറ്റിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ. അതിനുശേഷം അവയെ മിനുസപ്പെടുത്തുക എന്ന ജോലിയുണ്ട്. ഇങ്ങനെ മിനുസപ്പെടുത്തിയെടുത്ത ഓരോ ബോളുകളെയും ശ്രദ്ധയോടെ വൃത്തിയാക്കുന്നു.
അടുത്ത പണി അവയ്ക്ക് നിറം നൽകുക എന്നതാണ്. മരത്തിൻ്റെ നിറമുള്ള പെയിന്റ് നൽകിക്കൊണ്ട് ആ ബോളുകളെ ആകർഷകമാക്കി മാറ്റും. ഈ പണികളെല്ലാം ചെയ്യുന്നത് മെഷീനല്ല, തൊഴിലാളികൾ തന്നെയാണ്. പെയിന്റ് നൽകിയ ശേഷം ആ ബോളുകളെ ഡിറ്റർജന്റ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നു. പിന്നീട് വീണ്ടും ചൂട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നു. ബോളിൽ പറ്റിപ്പിടിച്ചുണ്ടാവാൻ സാധ്യതയുള്ള ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ബോളുകളെ ഭംഗിയായിട്ട് തുടച്ചു വയ്ക്കുന്നു. പിന്നീട് വീണ്ടും ആ ബോളുകൾക്ക് പെയിന്റ് അടിക്കുന്നു. കുറച്ചുകൂടി തിളക്കം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെയിന്റ് നൽകിയ ശേഷം ആ ബോളുകളെ ഉണക്കാനായിട്ട് മാറ്റിവെക്കുന്നു. ഇതാണ് ബോൾ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ. എത്രയെത്ര ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ബോളുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇനി നമ്പർ 2, ഡോലക്. താളവും മേളവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ചെണ്ടയോടും തബലയോടും ഡോലക്കുകളോടും ഒക്കെ നിങ്ങൾക്ക് പ്രിയമായിരിക്കുമല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഡോലക്കുകൾ കൊട്ടി നോക്കിയിട്ടുണ്ടോ? ഡോലക്കുകൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു വാദ്യ ഉപകരണമാണ്. ഡോലക്കുകൾക്ക് നീളം കൂടിയ ഒരു ആകൃതിയാണ് ഉണ്ടാവുക. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായിട്ടും ഡോലക്കുകൾ ഉപയോഗിക്കാറുള്ളത്. അവിടെ സന്ധ്യാനേരങ്ങളിൽ ഭജനകൾ ഉണ്ടാകുമ്പോൾ ഡോലക്കുകൾ ഉപയോഗിക്കുന്നു. കേരളത്തിലും ഡോലക്കുകളുടെ ഉപയോഗം കുറവൊന്നുമല്ല. എങ്ങനെയാണ് ഡോലക്കുകൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? മരം കൊണ്ടാണ് സാധാരണയായിട്ട് ഡോലക്കുകൾ നിർമ്മിക്കാറുള്ളത്. വലിയ മരത്തെ ഡോലക്കുകൾക്ക് അനുയോജ്യമായ വലുപ്പത്തിലേക്ക് മുറിച്ചെടുക്കുന്നു. അവയുടെ 2 വശത്തും കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വൃത്താകൃതിയിൽ അടയാളമിടും. ശേഷം മരത്തിൻ്റെ 2 വശത്തെയും വൃത്താകൃതിയിൽ മുറിച്ചെടുക്കും. ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് റൊട്ടേറ്റിംഗ് മെഷീൻ വയ്ക്കുന്നു. അങ്ങനെ ആ മെഷീൻ ഓരോ തവണ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആ മരം ഡോലക്കിൻ്റെ ആകൃതിയിലേക്കായി മാറും. ഇതേ സമയം തന്നെയാണ് ഡോലക്കിന് ഭംഗിയുള്ള ഡിസൈൻ നൽകുക. ശേഷം അതിന് പെയിന്റ് ചെയ്യും. ഡോലക്കുകൾക്ക് പെയിന്റ് നൽകി കഴിഞ്ഞ് നേരത്തെ വൃത്താകൃതിയിൽ മുറിച്ചു വെച്ച 2 ഭാഗവും അടക്കും. ആ ഭാഗങ്ങളാണ് ഡോലക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം ആ ഭാഗങ്ങളിൽ കൊട്ടുമ്പോഴാണല്ലോ ഡോലക്കിൽ നിന്ന് ശബ്ദമുണ്ടാകുക. ഡോലക്കിനെ ഒരു വാദ്യോപകരണമാക്കി മാറ്റുന്ന ഭാഗങ്ങളാണ് ആ 2 ഭാഗങ്ങളും എന്ന് പറയാം. അതിനുശേഷം ഡോലക്കിൻ്റെ എല്ലാ വശത്തും കയറിടും. തുകലിൻ്റെ ഒരു സ്ട്രാപ്പും അതിനോടനുബന്ധിച്ച് കെട്ടും. നേരത്തെ കെട്ടിവെച്ച കയറിനെ കൂടുതൽ ടൈറ്റ് ആക്കാൻ വേണ്ടി കൂടിയാണ് തുകലിൻ്റെ സ്ട്രാപ്പ് കെട്ടുന്നത്. ഈ പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഡോലക്കിൻ്റെ നിർമ്മാതാവ് അതൊന്ന് കൊട്ടി നോക്കുന്നു. ഡോലക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏറെ സമയവും അധ്വാനവും വേണ്ടുന്ന ഒരു ജോലിയാണ് ഡോലക്ക് നിർമ്മാണം. അതിനുവേണ്ടി ആത്മാർത്ഥതയോടെയും ക്ഷമയോടെയും പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് നിങ്ങൾ എത്ര ലൈക്ക് നൽകും? ഇനി അവസാനമായിട്ട് പമ്പരം. ചെറുപ്പത്തിൽ സ്കൂൾ വിട്ടു വന്ന ശേഷം പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഓർമ്മയുണ്ടോ? പലതരത്തിലുള്ള ഗെയിമുകൾ ചെറുപ്പത്തിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാകുമല്ലോ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഏതായിരുന്നോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. മിക്ക കുട്ടികൾക്കും ആവേശമായിരിക്കും പമ്പരം കൊണ്ട് കളിക്കുന്നത്. ഇപ്പോഴും പമ്പരത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല. കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല നിറത്തിലും പല തരത്തിലുമുള്ള പമ്പരങ്ങൾ ഇന്ന് വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ഈ പമ്പരങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം പമ്പരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ട മരം കാടുകളിൽ പോയിട്ട് മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്ത മരത്തെ വീണ്ടും ചെറിയ ജനകഷ്ണങ്ങളായിട്ട് മാറ്റുന്നു. മരങ്ങൾ മുറിക്കുന്ന ജോലി ഒന്നുകിൽ മെഷീൻ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ജോലിക്കാരെ നിയമിക്കും. അതിനുശേഷം മുറിച്ചെടുത്ത മരക്കഷ്ണങ്ങളെല്ലാം ഫാക്ടറിയിലേക്ക് എത്തിക്കും. അതിനുശേഷം ഓരോ മരക്കഷ്ണങ്ങളെയും ഒരു മെഷീനിൽ വെക്കുന്നു. ആ മെഷീനിൽ വെച്ച ശേഷം ആ മരക്കഷ്ണത്തെ പമ്പരത്തിൻ്റെ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കും. ആ മെഷീനിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ മിനുസപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ മരക്കഷ്ണത്തെ പമ്പരത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതോടെ പമ്പര നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടം പൂർത്തിയാകുന്നു. അടുത്ത പണി നിർമ്മിച്ച പമ്പരത്തിന് നിറം നൽകുക എന്നതാണ്. വെറുതെ മരക്കഷ്ണം കൊണ്ട് ഒരു പമ്പരം നിർമ്മിച്ച് കടയിൽ വെച്ച് കഴിഞ്ഞാൽ ആരും അത് തിരിഞ്ഞു നോക്കാൻ പോകുന്ന സാധ്യതയില്ലല്ലേ? അതേസമയം പമ്പരത്തിന് നല്ല ആകർഷണീയമായിട്ടുള്ള നിറങ്ങളുണ്ടെങ്കിലോ കുട്ടികളെല്ലാം ആ പമ്പരത്തെ വാങ്ങണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് നിറം നൽകൽ പ്രക്രിയ എന്നത് പമ്പര നിർമ്മാണത്തിൻ്റെ പ്രധാന ഘട്ടമാണ്. പമ്പരത്തിന് നിറം നൽകാനായിട്ട് ഒരു മെഷീനിൽ വെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള നിറങ്ങൾ ആ പമ്പരത്തിന് നൽകുന്നു. പമ്പരത്തിന് ഡിസൈൻ നൽകുന്നതിനായിട്ട് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ലൈനിങ് കൊടുക്കുകയും ചെയ്യും. അതോടെ പമ്പര നിർമ്മാണത്തിൻ്റെ 3ാം ഘട്ടവും പൂർത്തിയാകും. പമ്പരം എന്നും പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പമ്പര നിർമ്മാണം എന്നത് ഒരു ചെറിയ പ്രക്രിയയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2-3 നിർമ്മാണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് നിങ്ങൾ കടകളിൽ കാണുന്ന രീതിയിലുള്ള പമ്പരങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായാണ് നിങ്ങൾ ഫാക്ടറി TV ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. സ്റ്റേ ട്യൂൺഡ്.